ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. മൊഡ്യൂൾ 1 and 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു റിവിഷൻ പോലെ പോവാം. റിവിഷൻ പോലെ എന്ന് പറയുന്നത് അതില് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് എന്ത് ചെയ്യാം, അതിനകത്ത് ക്ലിയർ ചെയ്തിട്ട് പോകാം കേട്ടോ. മൊഡ്യൂൾ 1 and 2 നിന്നും നമ്മളെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് വന്നതിന് ശേഷം ഇതുപോലെ ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇപ്പൊ ഇലക്ട്രീഷ്യൻ ആൻഡ് ലൈൻമാൻ ഈ രണ്ട് എക്സാമിനാണെന്നുണ്ടെങ്കിലും ഒരു സിലബസ് ആണ് PSC ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സിലബസിൽ ഏകദേശം 2019-20 കാലഘട്ടങ്ങളിലാണ് ആ സിലബസ് ആദ്യമായിട്ട് വന്നത്. അപ്പൊ ആ സിലബസിൽ എന്ത് ചെയ്തു, അതിനുശേഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഇതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പൊ അതിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ മൊഡ്യൂൾ 1 എന്നും 2 എന്നും ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടാവും, മൊഡ്യൂൾ 1 and 2 എന്ന് പറയുന്നത് നമ്മളെ ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് പറയുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ നമുക്ക് ബേസിക് ഇലക്ട്രിസിറ്റിയുടെ ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യണം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഇത്തരം എക്സാംസിന് വന്നിട്ടുള്ള ഒരു രണ്ട് മോഡ്യൂൾസ് ആണ് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഒരു 2 വർഷങ്ങളായിട്ട് നടക്കുന്ന എക്സാമുകളിൽ 2025 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നെങ്കിലും ബാക്കി അതിന് മുന്നേ നടന്നിട്ടുള്ള 2024, 2023 നടന്നിട്ടുള്ള എക്സാംസിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 and 2 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നമുക്ക് അറിയുന്നുണ്ടാവും, ഇപ്പൊ ഈ മൊഡ്യൂൾ 1 and 2 എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യുന്നതും ആൻസേഴ്സ് മാറ്റുന്നതും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു മൊഡ്യൂളും കൂടിയാണ്. നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റി ആണെന്ന് പറയുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, കുറച്ച് ഡെപ്തിൽ തന്നെ പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1ഉം 2ഉം. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. ഞാൻ പറഞ്ഞു ഇതൊരു നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ അത് ജസ്റ്റ് ഒരു സെഷൻ കൂടി ഓൺ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റിന്റെ കൂടെ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റിന്റെ കൂടെ തന്നെ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്താൽ മതി. ആൻസർ നിങ്ങളൊന്ന് കമന്റിൽ മാർക്ക് ചെയ്താൽ മതി. ആൻസർ ചെയ്യാൻ നോക്കുന്നില്ല, നിങ്ങൾ കമന്റിൽ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ആൻസർ മാർക്ക് ചെയ്യുക. കാരണം ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പേപ്പറിലെങ്കിലും ആൻസർ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്യുമ്പോഴേ അത് എത്രത്തോളം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ വെറുതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞ് ഞാൻ തന്നെ ആൻസർ പറയുന്ന രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ജസ്റ്റ് അത് ഞാൻ വെറുതെ ഒരു കേട്ടിലിരിക്കൽ മാത്രമായിരിക്കും. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കുക. ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും കൂടി എഫക്റ്റീവ് ആയി മാറും കേട്ടോ. അതുകൊണ്ടാണ് ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഒപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചോദിച്ചാൽ മതി. അത് അപ്പൊ തന്നെ ആ ഒരു ക്വസ്റ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് ഡൗട്ട് ക്ലിയറിംഗ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ആൻ ആറ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിൽ 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ ഇലക്ട്രോൺസ് ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 1.602 into 10⁻⁻19 കൂളം. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ പ്രോട്ടോൺ ഹാവ് എ പോസിറ്റീവ് ചാർജ് ഓഫ് 1.602 into 10⁻⁻19 കൂളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് അല്ലെ. 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ഇലക്ട്രോൺ ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 1.602 into 10⁻⁻19 കൂളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ചാർജ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം എന്താണ് 1.602 into 10⁻⁻19 കൂളം ആണെന്ന് അറിയാം. അപ്പൊ അത് നിങ്ങൾ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും നമുക്കറിയാം ഈക്വൽ ചാർജ് ആണ് വരുന്നുണ്ടാവുക. ഇലക്ട്രോണിനാണെങ്കിൽ പ്രോട്ടോണിനാണെന്നുണ്ടെങ്കിൽ 1.602 into 10⁻⁻19 കൂളം ആണ് എന്ത് ചെയ്യുന്നത്, ചാർജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അത് പഠിച്ചു വെക്കുന്നത് അങ്ങനെ തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ഒരു ചാർജ് നമ്മൾ പറയുമ്പോൾ ഇലക്ട്രോണിന്റെ ചാർജിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതിന്റെ കൂടെ നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പ്രോട്ടോണിൽ ഇനി അഥവാ നെഗറ്റീവ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇലക്ട്രോണിന്റെ കൂടെ എന്ത് ചെയ്യണം, നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കിയിട്ടുണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ചാർജ് നമുക്ക് പറയുമ്പോൾ അത് മാഗ്നിറ്റ്യൂഡ് ഓക്കെ ആയിരിക്കും, പക്ഷെ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, തെറ്റ് വരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്കത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദി ഇലക്ട്രോൺ ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 1.602 into 10⁻⁻19 കൂളം. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ന്യൂക്ലിയസ് ഈ 4 ഭാഗമാണ് ആറ്റമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ അതിൽ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് അറിയാം. അതേപോലെ തന്നെ ന്യൂട്രോൺ എന്ത് ചെയ്യുന്നില്ല, അവിടെ
ചാർജ് ഇല്ലാത്തതാണ്, ന്യൂക്ലിയസിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരുന്നുണ്ടാവും എന്ന് നമുക്കറിയാം. കാരണം അവിടെ ന്യൂട്രോണും പ്രോട്ടോണും ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിന്റെ ചാർജ് ആയിട്ട് വരുന്നത് നെഗറ്റീവ് ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. എന്നിട്ട് മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് പറയാം ഇതിനകത്ത്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റില് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോട്ടോൺ പ്ലസ് അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ന്യൂട്രോൺസും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോട്ടോൺ ഉള്ളത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും കൂടി ആവുന്നത് കൊണ്ട് ന്യൂക്ലിയസിന് ഒരു പോസിറ്റീവ് ചാർജ് വരുന്നു, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് ദ പ്രോട്ടോൺ ഹാവ് എ പോസിറ്റീവ് ചാർജ് ഓഫ് 1.602 × 10⁻⁻⁹ കൂളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോ മാഗ്നിറ്റ്യൂഡ് കറക്റ്റ് ആണ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ചാർജും കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് പറയാം. അല്ല, അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ 1 only, 1 and 2, 2 and 3 and all of the above, and 1, 2 and 3 എന്ന് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആൻസർ എന്ത് പറയാം, all of the above, 1, 2 and 3 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും 1.602 × 10⁻⁻⁹ ആണ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ 1.672 × 10⁻27 ആണ് അതിന്റെ മാസ് കേട്ടോ. മാസ് അത് ഓർത്ത് വെക്കണേ, മാസും ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. മാസം ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് മാസം അങ്ങനെ വരാറില്ലാത്തൊരു ഭാഗമാണെന്നുണ്ടെങ്കിൽ മാസം ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ഭാഗമായിരുന്നു കുറച്ച് മുന്നേയൊക്കെ. 2016, 2017 കാലഘട്ടങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ മാസും ഇലക്ട്രോണിന്റെ മാസും പ്രോട്ടോണിന്റെ മാസും തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനാ കൂടുതൽ മാസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓർത്ത് വെക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ഇപ്പൊ അധികം വരാൻ ചാൻസ് ഇല്ല. മാസിന്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഒരു നമ്മളെ പ്രോട്ടോണിന് എന്ത് ചെയ്യും, മാസ് കൂടുതലായിരിക്കും വരിക എന്നുള്ളതും ഓർത്ത് വെക്കാം. അവിടെ എന്താ വരിക, അടുത്തത് ഇലക്ട്രോണിന്റെ മാസ് 9.11 × 10⁻31 ആണ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ചാർജ് ആണ് വരുന്നുണ്ടാവുക. 1.602 × 10⁻⁻⁹ കൂളം ആണ് വരുന്നത്. ഇതിന് വാല്യൂല് ചിലപ്പോൾ നിങ്ങൾ ബുക്കുകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വാല്യൂല് കാണാം കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ആ ഒരു ചെറിയ മാറ്റങ്ങളിലുള്ള വാല്യൂ നമ്മൾ നോക്കണ്ട. അതേപോലെ തന്നെ ഇതും 6.24 × 10⁻18 ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു, അത് നമ്മൾ 1 കൂളോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ്. അപ്പൊ ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വാല്യൂല് പല ബുക്കുകളിലായിട്ട് വരുന്നുണ്ടാവും. ഇത് നമ്മളെ PSC വന്നിട്ടുള്ള വാല്യൂ തന്നെയാണ്. PSC 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വാല്യൂ ആണ് ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വാല്യൂ കുറച്ചും കൂടി നന്നായിട്ട് ഈ വാല്യൂ പഠിച്ചു വെക്കുന്നത് നല്ലത്. കാരണം PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂസ് എന്ത് ചെയ്യാണ്, ഈ വാല്യൂസ് ആണ്. പല ബുക്കുകളിലും ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാല്യൂസിൽ വരുന്നുണ്ട്. പിന്നെ പല ബുക്കുകളിലും വാല്യൂസ് പറയുമ്പോൾ 10⁻18 പറയുന്നതിന് പകരം 10⁻17 അതിന് 10⁻19 പറയുന്നതിന് പകരം 18 ഒക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വാല്യൂ എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. പിന്നെ അതിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അത് വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 1 കൂളം ഈക്വൽ ടു ചാർജ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 6.24 × 10⁻18 ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത് 1 കൂളം ആയിട്ട് വരുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാല്യൂസ് ആണ് ഇത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. മാച്ച് ദ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ് ഓഫ് 1 to 2, ലിസ്റ്റ് 2, 1ഉം 2ഉം തമ്മിൽ ലിസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിസ്റ്റ് 1-നകത്ത് കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ 3 ടേം പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് 2-നകത്ത് വോൾട്ട്, ആംപിയർ, വോൾട്ട്, ഓം, ആംപിയർ ആൻഡ് കൂളം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാച്ച് ചെയ്യണം അല്ലെ. നമുക്കൊന്ന് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തമ്മിൽ എന്ത് ചെയ്യണം, ഒന്ന് മാച്ച് ചെയ്യണം കേട്ടോ. എങ്ങനെ നമ്മൾ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തമ്മിൽ മാച്ച് ചെയ്യുന്നത്? അപ്പൊ ലിസ്റ്റ് 1ലും ലിസ്റ്റ് 2ലും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അല്ലെ. എന്താണ്, നമ്മളൊരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആണ് ലിസ്റ്റ് 1-നകത്ത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലിസ്റ്റ് 2-നകത്ത് പറഞ്ഞിട്ടുള്ളത് അതേ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിക്ക് വരുന്ന, അല്ലെങ്കിൽ ആ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിക്ക് വരുന്ന യൂണിറ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മാച്ച് ആ ലിസ്റ്റ് 2-നകത്ത് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, യൂണിറ്റും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കറന്റ് ആണ് ഉള്ളത്, എല്ലാവർക്കും അറിയുന്നതാണ്. കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് രണ്ടാമതുള്ളത്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വോൾട്ട് ആണ്. അതിന്റെ റെസിസ്റ്റൻസിന്റെ എന്താണ് വരുന്നുണ്ടാവുക, ഓം ആണ് വരുന്നുണ്ടാവുക. കുളം എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് അല്ലെ, ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ്. അവിടെ നമുക്ക് ആ ഫസ്റ്റ് 3 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്. 1 വരുന്നത് 3 ആണ് അല്ലെ, 1 വരുന്നത് 3 ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസിൽ 1, 3, 2, 1 ആൻഡ് 3, 2 എന്ന് പറയുന്ന, ഓക്കെ, ഓപ്ഷൻ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അല്ലെ.
ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണല്ലോ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടു മോഡ്യൂൾസിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടെയാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് 2 മോഡ്യൂളുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മോഡ്യൂൾ ഇത് നോക്കുക. നമുക്ക് കുറച്ച് യൂണിറ്റുകൾ നിങ്ങൾക്ക് അറിയുന്ന യൂണിറ്റുകളായിരിക്കും, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. നോട്ട് വരുന്നതൊക്കെ നിങ്ങളെ കയ്യിൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ഈ യൂണിറ്റ് പഠിച്ചു വെക്കുമ്പോൾ ഇപ്പൊ നമ്മളൊരു സാധാരണ രീതിയിൽ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ കൺവെൻഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾക്ക് പകരമായിട്ട് ഡിറൈവ്ഡ് യൂണിറ്റുകൾ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, PSC യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ വോൾട്ടേജിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത് അല്ലെ. ഇത് മറ്റേതെങ്കിലും യൂണിറ്റ് ഉള്ളത് നമുക്ക് ഇങ്ങനെ ഡിറൈവ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന യൂണിറ്റുകൾ ഏതൊക്കെയുള്ളത്? നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വോയിസിൽ ഒന്ന് പറയാൻ പറ്റുമോ? വോൾട്ട് എന്നല്ലാതെ നമുക്ക് ഏതെങ്കിലും യൂണിറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഏതാ യൂണിറ്റ് ഉള്ളത് വേറെ? നിങ്ങൾ പഴയ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ കുറച്ച് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇങ്ങനെ യൂണിറ്റുകൾ മാറി ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ EMF പറയില്ലേ, EMF പറയുമ്പോൾ E=D - N. ഞാൻ ഒന്നും എഴുതുന്നില്ല കേട്ടോ, ജസ്റ്റ് നമ്മുടെ അതിന്റെ ഇക്വേഷൻ മാത്രം എഴുതാം. ഇനിയിപ്പോ എഴുതുമ്പോൾ തെറ്റിപ്പടിക്കണ്ടേ, നമുക്ക് അത് അങ്ങനെ തന്നെ പോവാം. ഓക്കെ, E=-N dφ/dt എന്ന് പറയില്ല നമ്മള്. അതായത് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം -N dφ/dt എന്ന് പറയും. ഇതിനകത്ത് നമുക്ക് മൈനസ് ഓക്കെ നമുക്കറിയാം ലെൻസസ് ലോ ആണ്. N എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് ആണ്. ആൻഡ് d5 എന്ന് പറയുന്നത് നമ്മളെ ഫ്ലക്സ് ആണ്, ടൈം ആണ് വരുന്നത് അല്ലെ. ഇതിനകത്ത് തന്നെ നമുക്ക് വോൾട്ടിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാം. വോൾട്ടിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ EMF വോൾട്ടിലാണ് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ ആ വോൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വെക്കാം, അവിടെ ഒരു യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അതായത് V= നമ്മളെ ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താ, വെബർ. ടൈമിന്റെ യൂണിറ്റ് എന്താ, സെക്കൻഡ്. SI സിസ്റ്റം പ്രകാരം വോൾട്ട് =1 Wb/1 second. അതായത് Wb/second എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്തിന്റെ യൂണിറ്റ് ആയിട്ട് എടുക്കാം, നമ്മളെ വോൾട്ടിന്റെ യൂണിറ്റ് ആയിട്ട് എടുക്കാം. അത് നമ്മൾ ശരിക്കും അങ്ങനെ യൂണിറ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ PSC ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അത് PSCയുടെ ഭാഗത്ത് നിന്നല്ല, കുറച്ച് മുന്നേക്കെ SSCയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ട്രെൻഡ് ആയിരുന്നു അങ്ങനെ ഒരു യൂണിറ്റുകൾ മാറ്റി ചോദിക്കുക എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് PSC കഴിഞ്ഞ 1 വർഷമായിട്ട് 2024 ഇറങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറിന് ശേഷം PSC എന്ത് ചെയ്തു, 2024 നമ്മളെ ഇലക്ട്രീഷ്യൻ എക്സാംസിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ട്രേഡ്സ്മാൻ പോലീസ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ ഒക്കെ എക്സാം നടന്നതിൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു വോൾട്ടേജ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനിലൊക്കെ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അതായത് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റുകൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഓരോ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ കൂടെ എന്ത് ചെയ്യാം, അതിന്റെ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. നോക്കുക, ഓരോ ഇക്വേഷനും യൂണിറ്റുകൾ നോക്കാം. ഇനിയിപ്പോ ഒരു ജസ്റ്റ് ഒരു വേറൊരു യൂണിറ്റ് കൂടെ നമുക്ക് പറയാം. ഈ പവർ ഇല്ലേ, പവറിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താണ്, P= വോൾട്ട് ഇൻറ്റു കറന്റ് അല്ലെ, വോൾട്ട് ഇൻറ്റു കറന്റ്. അപ്പൊ പവർ എന്ന് പറയുന്നത് വാട്ട് അല്ലേ, വാട്ട് എന്ന് പറയുന്നത് നമുക്ക് വാട്ടിന് ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം, വോൾട്ട് ആംപിയർ എന്ന് പറഞ്ഞൂടെ. ഇതും നമ്മളൊരു യൂണിറ്റ് ആണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് വോൾട്ടേജിന്റെയും പറയാം, കറന്റിന്റെ യൂണിറ്റ് പറയാം. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ നോക്കി വെക്കുക. അപ്പൊ ഓരോന്നിനും അതിന്റെ സാധാരണ നമ്മൾ SI യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ചു വെക്കുക. SI യൂണിറ്റിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ എന്ത് ചെയ്യണം, അതിന്റെ CGS യൂണിറ്റോ ഒക്കെ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. അത് വലിയ നിർബന്ധമായിട്ട് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഡിറൈവ്ഡ് യൂണിറ്റ് MK സിസ്റ്റത്തില് നമുക്കറിയാം ഡിറൈവ്ഡ് ചെയ്തിട്ട് നമുക്ക് യൂണിറ്റുകൾ പറയുന്നുണ്ടാവും അല്ലെ. അതായത് SI സിസ്റ്റം പറയുന്നത് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പറയുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു SI സിസ്റ്റത്തിന്റെ കൂടെ തന്നെ അത് ഡിറൈവ് ചെയ്തിരുന്ന അതായത് അതിന്റെ ഇക്വേഷനിൽ വരുന്ന യൂണിറ്റുകളും കൂടി അതിന്റെ കൂടെ പഠിച്ചു വെക്കുക. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂണിറ്റുകളുടെ കാര്യത്തിൽ പറയാറുള്ളത്. സാധാരണ നമ്മൾ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് യൂണിറ്റുകളും കൂടി പഠിച്ചു വെക്കുന്നത് നമുക്കൊന്നും കൂടി ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ. കറന്റ് ഇൻറ്റു ടൈം, വോൾട്ടേജ് ഇൻറ്റു കറന്റ്, കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ്. നമ്മളെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഇലക്ട്രിക് ചാർജ് ചോദിക്കുന്നതിന് പകരം നമ്മളോട് എന്ത് ചെയ്തു, ജസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചു എന്നുള്ളൂ. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ചാർജ് ആണ് അല്ലെ. അപ്പൊ ഇലക്ട്രിക് ചാർജിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, Q=ഇലക്ട്രിക് കറന്റ് ഇൻറ്റു ടൈം ആണ് അല്ലെ. ഇലക്ട്രിക് കറന്റ് ഇൻറ്റു ടൈം ആണ്. അതായത്
നമ്മൾ എന്താണ് ഇനി യൂണിറ്റ് ആയിട്ട് പറയാം, കൂളോം ആണ് എന്ത് ചെയ്യുന്നത് യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം കറന്റിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. ആംബിയർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, ആംബിയർ ഹവർ എന്ന് പറയുന്ന യൂണിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും യൂണിറ്റുകൾ എന്ത് ചെയ്യാം നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇവിടെ എന്താ വരുന്നുണ്ടായിരിക്കുക, കറന്റ് ഇൻറ്റു ടൈം ആണ് എന്ത് ചെയ്യുന്നത് ഫോർമുല ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള വളരെ ബേസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്, മൊഡ്യൂൾ ഫസ്റ്റിൽ വരുന്നുണ്ട്. നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2025 ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമിലൊക്കെ ഇതുപോലെ റെസിസ്റ്ററിന്റെ വോൾട്ടേജിന്റെ ഒക്കെ ജസ്റ്റ് ഡെഫിനിഷൻ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെസിസ്റ്ററിന്റെ ആണെന്ന് തോന്നുന്നു ഡെഫിനിഷൻ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് നമ്മൾ ബേസ് ആണ് പറയുന്നത്, എന്നാലും നമ്മളൊന്ന് ആലോചിച്ചിട്ട് എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും വരുന്നുണ്ടാവും. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ്, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന് നോക്കേണ്ട വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതും നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടെ വോൾട്ടേജിന്റെ കറന്റ് ഉണ്ട്. വോൾട്ടേജിന്റെ കറന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് പവറിന്റെ ഇക്വേഷൻ ആണ് അല്ലെ വോൾട്ടേജിന്റെ കറന്റ് എന്ന് പറയുന്നത്. പിന്നെ കറന്റിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്, വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ്. പിന്നെ വോൾട്ടേജിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ നമുക്ക് വോൾട്ടേജിന്റെ റെസിസ്റ്റൻസ് വെച്ചിട്ട് ഇക്വേഷൻ പറയേണ്ട, വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പവറിന്റെ ഇക്വേഷൻ ആയിട്ട് പറയാം അല്ലെ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ്, ഇലക്ട്രിക് ചാർജ് ആണ് പറയുന്നത്. ശരിക്കും അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് കറന്റ് ഇൻ എനി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ദാറ്റ് ഫ്ലോസ് അക്രോസ് എനി സെക്ഷൻ ഓഫ് ഇറ്റ് ഇൻ 1 സെക്കൻഡ് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് Q is equal to I into T എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പറയുന്ന സമയത്ത് അതിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് കൂളോം എന്ന് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ decrease with increase in temperature, increases very slowly by increasing the temperature, increases sharply by increasing the temperature slightly, increases very sharply in the proportion to the temperature. ഞാൻ നേരത്തെ പറഞ്ഞു 2025 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാം. അപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ അല്ല. ചിലപ്പോൾ നിങ്ങൾ ആ എക്സാം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നുണ്ടാവും. പക്ഷെ ഇത് 2022 നമ്മളുടെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് സെയിം എക്സാമിൽ ഇലക്ട്രീഷ്യൻ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്തു നമ്മൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറിലും അവർ ഇട്ടു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ദ റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ എന്താ വരുന്നുണ്ടായിരിക്കുക, ഇൻക്രീസസ് വെരി സ്ലോലി ബൈ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ. വെരി സ്ലോലി ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, പ്രപ്പോർഷണലി അല്ല ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പറയുന്ന സമയത്ത് ഒരിക്കലും അത് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണോ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണോ എന്ന് പറയാത്തത്. നമ്മൾ പറയുമ്പോൾ എന്താ പറയുന്നുണ്ടായിരിക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന് എന്ത് മാറ്റം സംഭവിക്കുന്നു, അതാണ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ആ വരുന്നത് എങ്ങനെയാണ്, വെരി സ്ലോലി ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, പ്രപ്പോർഷണലി ഇൻക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്. അത് ഓരോ വാല്യൂവിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും മാറ്റം വരുന്നുണ്ടാവും. അതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം, അത് പ്രപ്പോർഷണൽ അല്ല. അതുകൊണ്ടാണ് നമ്മൾ അത് ഡയറക്റ്റ് ആയിട്ട് പറയാറ് കേട്ടോ. അപ്പൊ ഇൻക്രീസസ് വെരി സ്ലോലി ബൈ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ എന്നാണ് പറയാം. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു വരും അല്ലെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു നമുക്ക് പറയാം. നെക്സ്റ്റ്, ദ കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് പോസിറ്റീവ് ടു നെഗറ്റീവ്, നെഗറ്റീവ് ടു പോസിറ്റീവ്, ഫേസ് ടു ന്യൂട്രൽ ആൻഡ് ന്യൂട്രൽ ടു ഫേസ് അല്ലെ. ദ കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ്, കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ ഇലക്ട്രിക് കറന്റ് പറയുന്ന സമയത്ത് എന്താണ്, ഇവിടെ നമ്മളൊരു പോസിറ്റീവ് നെഗറ്റീവ് എടുത്ത് ഇവിടെ നമുക്കൊരു ലോഡ് കൊടുത്തു, സാധാരണ ഒരു സർക്യൂട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പോണൻസ് ഒന്നും ഇല്ല, നമുക്ക് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് വരച്ചെന്നുള്ളൂ. വോൾട്ടേജ് ഇവിടെ റെസിസ്റ്റൻസും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കറന്റിന്റെ ഫ്ലോ ഇങ്ങനെ മാർക്ക് ചെയ്യും അല്ലെ. അപ്പൊ കറന്റിന്റെ ഫ്ലോ മാർക്ക് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും, കൺവെൻഷണൽ ഫ്ലോ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, പോസിറ്റീവ് നെഗറ്റീവിലായിരിക്കും. പക്ഷെ നമ്മളവിടെ പഠിക്കുന്നുണ്ട് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് കറന്റ് എന്ന് പറയുന്നത് അല്ലെ, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് കറന്റ് എന്ന് പറയുന്നത്. അത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ല, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് എന്താണ് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ ഫ്ലോ ആയിട്ട് പറയുന്നത്, അത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ കൺവെൻഷണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മാറിപ്പോകുന്നു വേണ്ട, ജസ്റ്റ് നമുക്ക് നോർമലി നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. കറന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും, അല്ലെങ്കിൽ കറന്റിന്റെ ഫ്ലോ എപ്പോഴും എന്തായിരിക്കും, ഒരു ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസ് ടു ന്യൂട്രൽ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഫേസ് ടു ന്യൂട്രലും കൂടി ഓപ്ഷൻ വന്നല്ലോ എന്നുള്ളത്. അവിടെ നിങ്ങൾ സാധാരണ നമ്മൾ കറന്റിന്റെ ഫ്ലോ പറയുന്ന സമയത്ത് എപ്പോഴും
ഈ പോസിറ്റീവ് എടുത്തിട്ട് കൺവെൻഷണൽ ഫ്ലോ പറയുന്ന സമയത്ത് എപ്പോഴും പോസിറ്റീവിൽ നെഗറ്റീവിലേക്ക് തന്നെ പറയുള്ളൂ. AC പറയുമ്പോഴാണ് നമ്മൾ ഫേസ് ടു ന്യൂട്രൽ എന്ന് എടുക്കുന്നുണ്ടാവുക. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. കാരണം അത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, AC കാര്യത്തിൽ നമുക്കറിയാം ഡയറക്ഷൻ ഇടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ കൺവെൻഷണൽ ഫ്ലോ എടുക്കുമ്പോൾ ഒരിക്കലും ഫേസ് ടു ന്യൂട്രൽ എന്ന് പറയുന്ന ടേം എടുക്കില്ല. എപ്പോഴും എന്തേ പറയുള്ളൂ, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് എന്നുള്ള ടേം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഓർത്ത് വെക്കാം, ഫേസ് ടു ന്യൂട്രൽ എന്നുള്ള ടേം അവിടെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനിലൊക്കെ അത് ഫസ്റ്റ് ഒക്കെ വന്നിട്ട് തരാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിട്ട് ആൻസർ ചെയ്യരുത്. എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു കൺവെൻഷണൽ ഫ്ലോ നമ്മൾ പറയുന്നുണ്ടാവും കേട്ടോ. അത് എപ്പോഴും അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കി മനസ്സിലാക്കാം, ഫ്ലോ കൺവെൻഷണൽ കറന്റ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് പോകുന്നുണ്ടാവുക. ആൻഡ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നേരെ തിരിച്ച് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക എടുക്കുന്നുണ്ടായിരിക്കുക. അതായത് പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ആണ് എന്ത് ചെയ്യുന്നത് ആ ഒരു കറന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ്. നോക്കാം, ലാസ്റ്റ് നോക്കിക്കോളാം. Next question. The term coulomb, which is a fundamental unit of charge, is defined in terms of dash by counting the total charge that passes through an arbitrary cross-section of a wire during an interval of 1 second. Ampere, Coulomb, Celsius and voltage. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു ടേം ആണ് അല്ലെ. The term coulomb, which is a fundamental unit of charge, is defined in terms of dash by counting the total charge that passes through an arbitrary cross section of a wire during an interval of 1 second എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോർമലി അത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അത് ആ ഒരു ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടി അല്ലെ. എന്താ പറയുന്നുണ്ടാവുക, നമ്മളെ കൂളോം എന്ന് പറയുന്ന ടേം നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. കൂളോം എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം എന്ന് പറയുന്ന ടൈം അല്ലെ. ആ കൂളോം എന്ന് പറയുന്ന ടേം നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ആ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ടോട്ടൽ ചാർജ് ദാറ്റ് പാസസ് ത്രൂ ഒരു സാധാരണ ഒരു ക്രോസ് സെക്ഷൻ, ഒരു വയറിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ എന്ത് ചെയ്യാണ്, ടോട്ടൽ ചാർജ് ഓഫ് കറന്റ് പാസസ് ആണ് അല്ലെ. ടോട്ടൽ ചാർജ് പാസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ചാർജ് ദാറ്റ് പാസസ് ത്രൂ ആൻ ആർബിട്രറി ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്താണ് ഇത് പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മൾ കറന്റ് എന്നാണ് പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ കറന്റിന്റെ യൂണിറ്റ് എന്താണ് നമുക്ക് അവിടെ വരുന്നുണ്ടായിരിക്കുക, ആംപിയർ ആണ് വരുന്നുണ്ടാവും അല്ലെ. ഓക്കെ, കളർ പ്രശ്നമായി, ആംപിയർ ആണ് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ആംപിയർ ആണ് എന്ത് ചെയ്യുക അവിടെ, ആംപിയർ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ടൈമിൽ എടുക്കുന്ന സമയത്ത്, അതായത് 1 ആംപിയർ 1 സെക്കൻഡ് സമയത്ത് എടുക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 1 കൂളോം എന്ന് പറയുന്നത്. കണ്ടോ, ക്വസ്റ്റ്യൻ നമുക്ക് ഫ്രെയിം ചെയ്യുന്ന ഒരു മെത്തേഡ് കണ്ടില്ലേ. ആ ഒരു സാധാരണ നമുക്ക് ആ ഒരു കൂളോമിന്റെ ഡെഫിനിഷൻ ആണത്. ശരിക്കും നമ്മൾ കൂളോമിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നതാണ്. കൂളോമിന്റെ ഡെഫിനിഷനിലെ കറന്റിന്റെ ആ ഒരു യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യണം മാറ്റി, അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആംപിയർ ആണ് എന്ത് ചെയ്യുന്നത്, ആംപിയർ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ടോട്ടൽ ചാർജസിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക എടുക്കുന്നുണ്ടായിരിക്കുക. ടോട്ടൽ ചാർജസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂളോം എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അതാണ് ആംപിയർ എന്നുള്ളതാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ അല്ല, സാധാരണ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ ചിത്രങ്ങൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അധികം PSC യൂസ് ചെയ്യാറില്ല കേട്ടോ. PSCയുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചിത്രങ്ങൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. അപ്പോൾ വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ഓമീറ്റർ അക്രോസ് ഓപ്പൺഡ് R2 റെസിസ്റ്റർ? ഓപ്പൺഡ് R2 റെസിസ്റ്ററിലെ റീഡിംഗ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡിക്കേറ്റ് 0 റീഡിംഗ്, ഇൻഡിക്കേറ്റ് ഫൈനൈറ്റ് റീഡിംഗ് and infinite resistance and total resistance value of the circuit, value of sum of the resistance of R1 and R2 R3 only എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രം ക്ലിയർ ആയിട്ടുണ്ടാവും. ചിത്രത്തിൽ എന്ത് ചെയ്യുന്നത്, 2 ഓപ്പൺ സർക്യൂട്ട് ഭാഗം വരുന്നുണ്ട് അല്ലെ. അതായത് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുണ്ട്, ഇവിടെ സപ്ലൈ ഉള്ളതാണ് തോന്നുന്നു. ആ സപ്ലൈ ഉള്ള ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശരിക്കും ഇവിടെ ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത് അതും ഒരു ഓപ്പൺ റെസിസ്റ്റർ ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഓപ്പൺ സർക്യൂട്ടിലെ റെസിസ്റ്റർ എന്താണ്, ശരിക്കും അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓപ്പൺ സർക്യൂട്ടിലെ റെസിസ്റ്റർ എന്താണെന്നുള്ളത് നമുക്ക് നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഓപ്പൺ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. ഓപ്പൺ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എത്രയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോർമലി എന്ത് ചെയ്യാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചോദിച്ചിട്ടുള്ളത്, ഓപ്പൺ സർക്യൂട്ടിലെ ആ ഒരു ഓമീറ്റർ അവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് നമുക്ക് ഉണ്ടാവുക, ഓപ്പൺ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഓപ്പൺ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടായിരിക്കുക, ഇൻഫിനിറ്റി ആണ് വരുന്നുണ്ടാവുക. ആൻഡ് ഓപ്പൺ സർക്യൂട്ടിലെ കറന്റ് I ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക, 0 ആണ് വരുന്നുണ്ടാവുക. അപ്പൊ ഈ ഓമീറ്റർ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഓമീറ്ററിൽ റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും
റീഡ് ചെയ്യുന്നുണ്ടാവുക. ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും റീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഇതേ സർക്യൂട്ടില് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഓപ്പൺ ചെയ്യുന്നതിന് പകരം ഇവിടെ ഓപ്പൺ റെസിസ്റ്റർ അല്ല, സാധാരണ ഒരു നോർമൽ റെസിസ്റ്റർ വെക്കുകയാണ്. അതായത് നമുക്ക് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ നമ്മളവിടെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന റീഡിങ് എന്തായിരിക്കും, അവിടെ നമുക്ക് മെഷർ ചെയ്യുന്ന വാല്യൂ എത്രയായിരിക്കും, അത് ഈ R2 എന്ന് പറയുന്ന വാല്യൂ എത്രയാണോ, അതായത് ആ വെച്ചിട്ടുള്ള റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ. ആ റെസിസ്റ്ററിന്റെ വാല്യൂ ആയിരിക്കും നമുക്ക് റീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി അതല്ലാതെ ഇവിടെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ മാറ്റം വരുന്നത്. അതായത് ഇവിടെയും കൂടി ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിലാണ് റെസിസ്റ്ററിന്റെ വാല്യൂവിൽ മാറ്റം വരുന്നത്. ഇവിടെ ക്ലോസ്ഡ് ആണ് എന്നുള്ളതും ഈ R1 R3 എന്ത് ചെയ്യാണ്, കുറച്ച് ചെറിയ റെസിസ്റ്റൻസ് ആണ്, R2 എന്ന് പറയുന്നത് കുറച്ച് വലിയ റെസിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എക്സ്റ്റേണലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. കാരണം കറന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന രീതിയിലൂടെയാണ് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യും, മാറ്റം സംഭവിക്കും അല്ലെ. അപ്പൊ അത് നോക്കിയോ, കാരണം നമുക്കറിയാം ഓമീറ്റർ മെഷർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റെസിസ്റ്ററിലേക്ക് ഒരു കറന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സോഴ്സ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓമീറ്റർ മെഷർമെന്റ് എടുക്കുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സപ്ലൈ പോകുന്നതും കൂടി അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് ചിത്രം നമുക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ ചിത്രത്തിൽ എന്ത് ചെയ്യണം, എവിടെയൊക്കെ ഓപ്പൺ സർക്യൂട്ടോ ക്ലോസ്ഡ് സർക്യൂട്ടോ ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നോക്കിയിട്ടുണ്ടാവും കേട്ടോ. നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോ ഏതെങ്കിലും ഈ ഒരു ഓമീറ്റർ കൊടുക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നമായി. കാരണം ഓമീറ്റർ കൊടുക്കുന്ന എന്താണ്, ഈ ഷോർട്ട് സർക്യൂട്ടിലൂടെയാണ് അതിൽ കറണ്ട് പോകുന്നുണ്ടായിരിക്കുക. അവിടെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നുണ്ടായിരിക്കും. കാരണം ചെറിയ വളരെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് 0 റെസിസ്റ്റൻസ് ആണ് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കണം. കാരണം ഷോർട്ട് സർക്യൂട്ടിൽ നമുക്ക് അറിയാലോ, ഷോർട്ട് സർക്യൂട്ടിൽ എന്താ വരുന്നുണ്ടാവുക, നമ്മൾ സാധാരണ നെഗ്ലക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ്, നെഗ്ലിജിബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് 0 ഓം റെസിസ്റ്റൻസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ടിനകത്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള കറന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റ് കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ടുണ്ടാവണം. ഇതിനകത്ത് തരുന്ന ആ ഒരു ചിത്രം തന്നിട്ടാണെന്നുണ്ടെങ്കിൽ, ചിത്രം നമുക്ക് അതങ്ങനെ ചോദിക്കാറില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇനി അങ്ങനെ അഥവാ അങ്ങനെ തരികയാണ് എന്നുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം, നോക്കണം കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. നെക്സ്റ്റ്, which formula is used to find the electromotive force EMF? EMF is equal to potential difference minus voltage drop, and EMF is equal to potential difference plus voltage drop. EMF is equal to potential difference plus voltage drop divided by 2. EMF is equal to potential difference plus 2 into voltage drop എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമുക്കറിയാം EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ടോട്ടലി നമുക്ക് അവിടെ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന സപ്ലൈ അല്ലെ. അതായത് സോഴ്സിലെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഴ്സിന് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്ന സപ്ലൈ എത്രയാണോ ആ സപ്ലൈനാണ് നമ്മൾ ശരിക്കും ആ ഒരു EMF അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് മുന്നേ ഉള്ള സപ്ലൈ അല്ലെ, അതാണ് നമ്മൾ EMF ആയിട്ട് പറയുന്നത്. അത് കഴിഞ്ഞ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ സപ്ലൈ ലഭിക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ലോഡിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നത്, വീണ്ടും ഡ്രോപ്പ് ആയി പോകുന്നത്. അപ്പൊ ടോട്ടലി അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EMF ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഫോർമുല ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫോർമുല നമ്മൾ എന്താ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പും കൂടി കൂട്ടി കിട്ടുന്ന മാക്സിമം വാല്യൂവിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EMF എന്ന് പറയുന്നത് കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസും അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന മാക്സിമം വാല്യൂവിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആ ഒരു EMF ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അതിന്റെ ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ EMF ആയിട്ട് പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക് ടോട്ടൽ വരുന്ന മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ.